ദുബായിലായിരുന്നു സയ്യിദ് മുക്താർ കാസിം അലി എന്ന് പറയുന്ന യുവാവും ആളുടെ ഭാര്യയായിട്ടുള്ള സമിയ ഷാഹിദും താമസിച്ചിരുന്നത്. ദുബായിൽ നല്ല ജോലി, നല്ല വരുമാനം, നല്ല അടിപൊളിയായിട്ടായിരുന്നു അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 14, 2016 പാകിസ്ഥാനിലുള്ള തൻ്റെ അച്ഛന് തീരെ സുഖമില്ല എന്നുള്ള വാർത്ത കേട്ടാണ് സമിയ അവിടെ നിന്ന് പാകിസ്ഥാനിലോട്ട് വിമാനം കയറിയത്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 6 ദിവസം കഴിഞ്ഞ് ഈ ഒരു സെയ്ദ് അലിക്ക് ഒരു കോള് വരികയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീ ആയിരുന്നു വിളിച്ചത്. ആ ഒരു കോളിൽ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമിയ ഷാഹിദ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയി എന്നുള്ളൊരു വാർത്തയായിരുന്നു. ഈ ഒരു വാർത്ത കേട്ട് സെയ്ദ് ആകപ്പാടെ തകർന്നു പോവുകയാണ്. ആള് നോക്കുമ്പോൾ തൻ്റെ വൈഫിന് ആകപ്പാടെ 29 വയസ്സേ ആയിട്ടുള്ളൂ. വേറെ മെഡിക്കൽ ഹിസ്റ്ററീസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു യുവതിയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ പോയതിനു ശേഷം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അരുതാത്തത് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരുപാടധികം സംശയത്തോട് കൂടിയിട്ടാണ് ആള് പാകിസ്ഥാനിലോട്ട് വിമാനം കയറുന്നത്. സത്യത്തിൽ സമിയ ഷാഹിദിന്റെ മരണത്തിന്റെ കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെയായിരുന്നു. അതല്ല വേറെന്തെങ്കിലും കളികൾ അതിനിടയിൽ നടന്നിട്ടുണ്ടോ? 2016 ലോകം മുഴുവൻ ചർച്ചയായിട്ടുള്ള ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. ചൗധരി മുഹമ്മദ് ഷാഹിദ് ഇംതിയാസ് ബീവി ദമ്പതികൾക്ക് UK ബ്രാഡ്ഫോർഡിൽ വെച്ച് 1987 നവംബർ 5 ഒരു പെൺകുഞ്ഞ് പിറക്കുകയാണ്. ആ കുട്ടിയായിരുന്നു സമിയ ഷാഹിദ്. ഈ സമിയയുടെ പാരൻസ് പാകിസ്ഥാനിലെ പന്തോരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജനിച്ചു വളർന്നത്. അതിനുശേഷം അവർ UK വന്ന് സെറ്റിലായതായിരുന്നു. ബ്രാഡ്ഫോർഡ് എന്ന് പറയുന്ന വലിയൊരു സിറ്റിയാണ്. അവിടെ സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരുപാടധികം ആളുകൾ താമസിക്കുന്നുണ്ട്. സമിയയും അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള മാദിഹ ഷാഹിദും UK തന്നെയാണ് ജനിച്ചു വളർന്നത്. എന്തൊക്കെ UK ജനിച്ചു വളർന്നു എന്നുണ്ടെങ്കിലും അവർ പാകിസ്ഥാനി കൾച്ചറും മറ്റും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയിലായിരുന്നു ജനിച്ചത്. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് ആ ഒരു ഏരിയയിൽ ഒരുപാടധികം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സമിയയുടെ അച്ഛൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ റെൻ്റലിൻ്റെ ബിസിനസ് ആയിരുന്നു ആൾ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ അവരുടെ അങ്കിൾസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഫ്ലവർ ഷോപ്പ്, പിന്നെ എന്താ പറയുക, പല പല ബിസിനസ്സുകൾ, മീൻ കട, അതേപോലെ പല കാര്യങ്ങൾ അവരുടെ ഫാമിലികൾ അവിടെ ചെയ്തു വന്നിരുന്നു. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമിയയുടെ ഒരുപാടധികം റിലേറ്റീവ്സ് ആ ഒരു ഏരിയയിൽ താമസിച്ചു വരികയായിരുന്നു. പിന്നെ സമിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി സുന്നി മുസ്ലിംസ് ആയിരുന്നു. ആ ഒരു സമയത്ത് അവിടെ ഒരു പോസ്റ്റ് ഓഫീസിലായിരുന്നു ഇവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്, പാർട്ട് ടൈം ആയിട്ട് കേട്ടോ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ സമിയയുടെ പാരൻസ് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ സമിയയുടെ സിസ്റ്റർ ആയിക്കോട്ടെ സമിയ ആയിക്കോട്ടെ പോവാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് സമിയയ്ക്ക് 25 വയസ്സുള്ള സമയത്ത് 2012 ഒരു തീരുമാനം ഫാമിലി എടുക്കുന്നത്. അത് സമിയയുടെ കല്യാണത്തിനെ കുറിച്ചിട്ടായിരുന്നു. എല്ലാവർക്കും വിവാഹത്തിനെ കുറിച്ച് ഒരുപാടധികം സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തൻ്റെ പാർട്ട്ണർ ഏതൊരു തരത്തിലുള്ള ഒരാളായിരിക്കണം, എങ്ങനെയുള്ള ഒരാളാകരുത്, അങ്ങനെയുള്ള ഒരുപാടധികം കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സമിയയുടെ കോൺസെപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരാളായിരുന്നു ഫാമിലി കണ്ടുപിടിച്ചത്. അതായത് പാകിസ്ഥാനിൽ ഇവരുടെ നാട്ടിൽ, അതായത് പണ്ടൂരി എന്ന് പറയുന്ന ആ ഒരു നാട്ടിലുള്ള ഇവരുടെ കസിനായിട്ടുള്ള മുഹമ്മദ് ഷക്കീൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു സമിയയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. ഈ മുഹമ്മദ് ഷക്കീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമിയയുടെ മുറച്ചെറുക്കനായിരുന്നു. അതുപോലെ തന്നെ ആള് ഒരു പ്രശ്നക്കാരനായിരുന്നു. അതായത് അവിടെ അവരുടെ ലാൻഡിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് അയാൾ ഒരാളെ വെടിവെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആൾ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ബെയിലിൽ വന്ന ടൈമിലാണ് ഇത്തരത്തിലുള്ള കല്യാണാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതും പാരൻസ് ആയിട്ട് ആ ഒരു വിവാഹം ഉറപ്പിക്കുന്നതും. ഈ ഒരു വിവാഹത്തിന് സമിയക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും തൻ്റെ വീട്ടിൽ അവർക്കൊരു വോയിസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സമിയയും ഫാമിലിയും നേരെ പാകിസ്ഥാനിലോട്ട് പോവുകയായിരുന്നു. അവിടെ എത്തി ആർഭാടകരമായിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അതായത് ജ്വല്ലറി എടുക്കുന്നു, ഡ്രസ്സ് എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പുറമേക്ക് ഇവർ ഹാപ്പി ആയിട്ട് എത്ര അഭിനയിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇവരാകപ്പാടെ തകർന്നിരിക്കുകയായിരുന്നു. ഇവർ UK നിന്നും പാകിസ്ഥാനിലോട്ട് വരുന്ന ആ ഒരു ടൈമിൽ ഇവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്യാൻ പോവാണ്, പക്ഷേ അതെൻ്റെ പാരൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ ഫെബ്രുവരി 27, 2012 ഇവരുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ആ ഒരു വിവാഹം സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഒരു ദിവസം 2 ദിവസം അല്ല, ഒരു 4 ദിവസം നീണ്ടു നിന്ന വലിയ ആർഭാടകരമായിട്ടുള്ള ഒരു വിവാഹമായിരുന്നു അത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് UK നിന്നും മറ്റും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 4 മാസത്തോളം പാകിസ്ഥാനിലെ ആ ഒരു ഗ്രാമത്തിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഈ ഒരു സമിയ താമസിക്കുകയായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ നേരെ UK തിരിച്ചു പോന്നു.
അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അവർ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വിസയുടെയും മറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ആ ഒരു 4 മാസം എങ്ങനെയാണ് അവർ ആ ഒരു പാകിസ്ഥാനിലെ ആ ഗ്രാമത്തിൽ നിന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UK ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കൾച്ചറും വ്യത്യാസമുണ്ട്, അവർ ജനിച്ചു വളർന്ന കൾച്ചർ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിനിടയിലൂടെ ആയിരുന്നു ഈ ഒരു സമയ ഷാഹിദ് എന്ന് പറയുന്ന പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവർ തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷം, അതായത് UK എത്തിയതിന് ശേഷം ഈ ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അങ്ങ് ശരിയാകുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇസ്ലാം മതാചാരപ്രകാരം മാത്രമേ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഷക്കീലിൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിൽ വെച്ചിട്ട് സമയ തൻ്റെ ജീവിതം ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് സമയയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെയധികം ദുഃഖത്തിലായിരുന്നു അവർ. പഴയൊരു ഊർജ്ജമില്ല, പഴയ സമയമേ അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ പലരും പലതും ചോദിക്കുന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അവർ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും കാര്യങ്ങൾ അങ്ങനെ ആദ്യ സമയത്തൊന്നും ഷെയർ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഫ്രണ്ട്സ് കണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ലാസ്റ്റ് അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാണ്. തൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കൺട്രോളിങ് ആണെന്നും തന്നെ മര്യാദക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും UK വന്നതിന് ശേഷം ആൾ 24 മണിക്കൂറും സ്കൈപ്പിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ്, ആരെ കൂടിയാണ്, എങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സംശയമായിരുന്നു ആൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ഷക്കീലിൻ്റെ കൂടെ തനിക്ക് എന്തായാലും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. ഇയാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിച്ചു പോകുന്നതാണെന്നുള്ള രീതിയിൽ വരെ അവർ സുഹൃത്തുക്കളോട് പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വിസ പ്രോസസ്സും കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് ലാസ്റ്റ് അവർ തിരിച്ച് പാകിസ്ഥാനിലോട്ട് പോവുകയാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ഒരു 6 മാസം താമസിച്ചു. അതിനുശേഷം അവർ തിരിച്ച് നേരെ UK വന്നു. UK കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ കണ്ട സമയത്ത് അവർ നല്ല ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ പഴയൊരു എനർജി കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ഹസ്ബൻഡായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ, ആൾ നന്നായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ മറ്റൊരു കാര്യമായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇല്ല, ആൾ നന്നായിട്ടൊന്നുമില്ല, പക്ഷെ ഞാനിപ്പോൾ ഓൺലൈനിൽ വേറൊരാളായിട്ട് സംസാരിക്കുന്നുണ്ട്, സൈദ് അലി എന്നാണ് ആളുടെ പേര്. അപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. എന്നെ ഹസ്ബൻഡ് ചെയ്യുന്ന ടോർച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ആളായിട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ആൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. ഞാൻ എങ്ങനെയുള്ള ഒരാളെയാണോ ആഗ്രഹിച്ചത് അതാണ് ഈ ഒരു സെയ്ദ് എന്നുള്ളൊരു തരത്തിൽ അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. എന്നാൽ ഈ ഒരു സയ്യിദ് തൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ളത് ആ ഒരു സമയത്ത് ആ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടെത്തി. എന്നാൽ ഇവരുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് UK നിന്ന് അവർക്ക് വിവാഹമോചനം വാങ്ങാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു അവർ. അപ്പോൾ ഇവർ ഷക്കീലിനെ കോൺടാക്ട് ചെയ്തിട്ട് തനിക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള കാര്യം പറയുകയാണ്. എന്നാൽ ഷക്കീലും അതിന് സമ്മതിച്ചില്ല, ആളുടെ ഫാമിലിയും അതിന് സമ്മതിച്ചില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരെന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UK ഇസ്ലാമിക് കൗൺസിലിൽ പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അവരാദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് സുന്നി മുസ്ലിമിൽ നിന്ന് ഷിയ മുസ്ലിമായിട്ട് കൺവേർട്ട് ആവണം എന്നുള്ളതായിരുന്നു. അതായത് ആ ഒരു ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സയ്യിദ് ഷിയ ആയിരുന്നു. സോ ആളുടെ ആ ഒരു വിശ്വാസത്തിലോട്ട് മാറണം എന്നുള്ളൊരു രീതിയിൽ ഇവർ ആ ഒരു ഇസ്ലാമിക് കൗൺസിലിനെ അപ്രോച്ച് ചെയ്യാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു സംഭവം ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തൻ്റെ ഫസ്റ്റ് മാരേജ് തൻ്റെ സമ്മതമില്ലാതെ ഫാമിലി നിർബന്ധിപ്പിച്ച് നടത്തിയതാണെന്നുള്ളതും അവർ ഈ ഒരു ഇസ്ലാമിക് കൗൺസിലിൽ പറയുകയുണ്ടായി. അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഈ ഇസ്ലാമിക് കൗൺസിലുള്ള അധികൃതർ നേരെ ഷക്കീലിനെ കോൺടാക്ട് ചെയ്തു. എന്നാൽ അവിടെ നിന്ന് വലിയ റിപ്ലൈയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കല്യാണം വാലിഡ് അല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം ഇവർ സയ്യിദിനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരും ഇവരുടെ കുറച്ച് ഫ്രണ്ട്സും വീട്ടുകാരറിയാതെ നേരെ ലീഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി അവിടെ വെച്ച് ആ ഒരു സയ്യിദുമായിട്ട് വിവാഹം കഴിക്കുകയായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരുടെയും വീട്ടിലോട്ട് പോയി ഈ ഒരു വിവാഹം കഴിഞ്ഞ കാര്യം വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടല്ലാതെ വേറെ ആരോടും തന്നെ പറഞ്ഞില്ല. അവരവരുടെ വീട്ടിലിങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു, ഈ ഒരു കാര്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട്. അങ്ങനെ കുറച്ച് ദിവസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു സമയം അവരുടെ കസിനും ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോഴാണ് 1-2 ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഇരുമ്പിൻ്റെ റോഡ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഇവർ സെമിയയുടെ കാലിൽ അടിക്കുകയാണ്. അടിച്ച് പരിക്കേൽപ്പിച്ചു. അവരവിടെ വീണു. അവിടെ നിന്ന് അവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരവരുടെ പാരൻസിനെ വിളിച്ചപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സത്യത്തിൽ അത് പാരൻസിൻ്റെ തന്നെ കൊട്ടേഷൻ ആയിരുന്നിട്ടുണ്ടാകാം. കാരണം വിളിച്ച ആ ഒരു സമയത്ത് അവിടെ നിന്ന് വല്ല രീതിയിലുള്ള ചീത്ത കേൾക്കുകയാണ്. കാരണം
ഈ ഒരു സമിയ വിവാഹമോചനം നടത്തിയതും ഷിയയായിട്ട് കൺവേർട്ട് ആയതും അതുപോലെ തന്നെ ആ ഒരു വിവാഹം കഴിച്ചതും എല്ലാം തന്നെ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് സയ്യിദിന് ദുബായിൽ നിന്ന് നല്ലൊരു ജോബ് ഓഫർ വരുന്നത്. വളരെ പെട്ടെന്ന് ആൾക്ക് അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ആൾ നേരെ ദുബായിലോട്ട് പോവുകയാണ്. സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റക്കായി, വീട്ടുകാരുടെ ടോർച്ചർ, അതേപോലെ തന്നെയുള്ള ഒരുപാടധികം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. ഈ ഒരു സയ്യിദ് അവിടെ ചെന്നിട്ട് തൻ്റെ വൈഫിൻ്റെ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പീഡാക്കി അവസാനം ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർ നേരെ ദുബായിലോട്ട് എത്തുകയായിരുന്നു. തങ്ങളുടെ മകൾ ദുബായിലോട്ട് രക്ഷപ്പെട്ടു പോയത് അറിഞ്ഞ പാരൻസ് നേരെ തന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയായിരുന്നു. എന്നിട്ട് മകൾ മിസ്സിംഗ് ആണെന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റേ ഇസ്ലാമിക് കൗൺസിലിൽ പോയിട്ട് അവർ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് ഇവർ സുന്നിയിൽ നിന്ന് ഷിയയിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു വിവാഹം റദ്ദ് ചെയ്ത് കൊടുത്ത കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ പേരിൽ അവർ ഇസ്ലാമിക് ആ ഒരു കൗൺസിലിൽ പോയിട്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബട്ട് ഇതൊന്നും വകവെക്കാതെ സമയയും സെയ്ദും ദുബായിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാലും ഈ ഒരു സമയത്ത് തൻ്റെ സിസ്റ്ററിനെയും പാരൻസിനൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പാരൻസിനെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണമെന്നും അതുപോലെ തന്നെ സയ്യിദിനെ മരുമകനായിട്ട് അക്സെപ്റ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർ സ്ഥിരം വിളിച്ച് പറയാറുണ്ടായിരുന്നത്. ഈ ഒരു സയ്യിദും ഇതേപോലെ ഒരു തവണ പാരൻസിനെ, അതായത് സമയയുടെ പാരൻസിനെ വിളിച്ചപ്പോൾ അവർ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഒരു കാലത്തും നിന്നെ ഞങ്ങളുടെ മരുമകനായിട്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. പിന്നീട് ഈ ഒരു കോളുകളും മറ്റും തന്നെയാണ് ഇവരെ വലിയ കുഴപ്പത്തിലോട്ട് കൊണ്ട് ചാടിച്ചത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എത്രയൊക്കെ അവർ ചീത്ത പറയാറുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് സമയം തൻ്റെ പാരൻസിനെ വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്ററിനായിട്ട് റെഗുലർ ആയിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2016 അത് സംഭവിക്കുന്നത്. ഇവരുടെ ആദ്യ ഭർത്താവായിട്ടുള്ള ഷക്കീലിൻ്റെ ഉമ്മ മരണപ്പെടുകയാണ്. അപ്പോൾ ഇവരുടെ റിലേറ്റീവ് ആണല്ലോ, ഒബ്വിയസ്ലി ഇവർക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വരികയാണ്. അവസാനം അവരൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്താ പറയുക അനുവാദം ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ളത്. എന്നാൽ ആ സമയത്ത് സെയ്ദ് പറഞ്ഞു, നീ ഇപ്പം അങ്ങോട്ട് പോകുന്നത് തീരെ ബുദ്ധിയല്ല. കാരണം അവിടെ നിൻ്റെ എല്ലാ റിലേറ്റീവ്സും ഉണ്ടാവും, അവരെന്തായാലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സോ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു സമയം ഇല്ല, ഞാനിപ്പോൾ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സമയയുടെ അമ്മയുടെ കോള് വരാണ്. അച്ഛന് തീരെ സുഖമില്ല, നീ എന്തായാലും പാകിസ്ഥാനിലോട്ടൊന്ന് വന്ന് അച്ഛനൊന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു കോളായിരുന്നു അത്. എന്നാൽ സയ്യിദിന് ആ ഒരു സമയത്തും തൻ്റെ ഭാര്യയെ പാകിസ്ഥാനിലോട്ട് അയക്കാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആളത് ഭാര്യയുടെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ വയ്യാതെ കിടക്കുന്നത് സ്വന്തം അച്ഛനാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ പോകണമെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അവസാനം സയ്യിദും എന്നാന്ന് പൊക്കോളാൻ പറയുകയായിരുന്നു. അങ്ങനെ 2016 ജൂലൈ 14 ഇവർ പാകിസ്ഥാനിലോട്ട് വിമാനം കയറുകയാണ്. അതിനു മുന്നേ ഇവരുടെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും പാകിസ്ഥാനിലോട്ട് പോവാണ്, തിരിച്ച് ജീവനോടെ ദുബായിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. അവരങ്ങനെ നേരെ ദുബായിലെത്തി. അവർ ആദ്യം തൻ്റെ ഒരു സുഹൃത്തിനെ കാണുകയാണ്. എന്നിട്ട് പാസ്പോർട്ടും അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ സുഹൃത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇത് നിൻ്റെ കയ്യിലാണെന്നുള്ളത് വേറെ ആരും അറിയരുത്, അപ്പോൾ ഇത് സേഫായിട്ട് വെക്കണം, ഞാൻ പോകണ ആ ഒരു ടൈമിൽ നിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നു തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പാസ്പോർട്ടും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായത്. അവിടെ നിന്ന് നേരെ സമയം തൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് പോവുമായിരുന്നു. അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു. വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം തന്നെ സയ്യിദിനെ വിളിച്ച് അവരപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ വൈഫ് സേഫ് ആണെന്നുള്ളൊരു ആശ്വാസത്തിൽ സയ്യിദ് ദുബായിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ജൂലൈ 18 ഈ ഷക്കീലിൻ്റെ അമ്മയുടെ ഒരു എന്താ പറയുക അടക്കിയ സ്ഥലത്തോട്ട് ഇവർ പോവുമായിരുന്നു പ്രാർത്ഥിക്കുന്നതിനും മറ്റൊക്കെ വേണ്ടിയിട്ട്. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലോട്ട് വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദുബായിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു അവർ. എന്നാൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം തിരിച്ചു വരേണ്ട ദിവസം സമയയുടെ അടുത്തുനിന്ന് യാതൊരു അപ്ഡേറ്റും സെയ്ദിന് ലഭിച്ചില്ല. ആള് അങ്ങോട്ട് വിളിച്ചിട്ട് കോളും എന്താ പറയുക പോകുന്നില്ല. അതേപോലെ തന്നെ ടെക്സ്റ്റിന് റിപ്ലൈ ഇല്ല. ആളാകപ്പാട് ഇങ്ങനെ പാനിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിന് പാരലായിട്ട് ഈ പദോരി എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു കാര്യം കൂടെ നടക്കുകയുണ്ടായി. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് ആ സമയത്ത് ഒരു കോള് വരികയാണ്. ഇത്തിരി പ്രായമായിട്ടുള്ള ഒരാളായിരുന്നു സംസാരിച്ചത്. തൻ്റെ മകള് മരിച്ചുപോയി, നിങ്ങൾ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു കോളായിരുന്നു അത്. വിവരം പറഞ്ഞ പോലീസുകാർ നേരെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അവരവിടെ എത്തി നോക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി പോകുന്ന കോണിപ്പടിയുടെ താഴെ
ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്, മരിച്ചു കിടക്കാണ്, ചെറിയ പ്രായമാണ്, ആകെ ഒരു 10-30 വയസ്സേ കാണുള്ളൂ. അതേപോലെ തന്നെ അവരുടെ ഷൂ, ഹാൻഡ് ബാഗ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ചിതറി കിടക്കുന്നുമുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, സമയ ഷാഹിദ് ആയിരുന്നു. അപ്പോൾ പോലീസുകാർ സമയയുടെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ സമയയുടെ അച്ഛൻ പറഞ്ഞു, ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഷക്കീലിൻ്റെ കൂടെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ഞാനിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ആണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ച കണ്ടത്. ഷക്കീൽ പുറത്തു പോയേക്കാണ്, ആളിവിടെ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്. പോലീസുകാരങ്ങനെ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്തു. അതിനുശേഷം ഓട്ടോപ്സി കഴിഞ്ഞ് അവർക്ക് ആ ഒരു ബോഡി വിട്ടു നൽകി. അതിനുശേഷം അവർ ബോഡി മറവ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക മരണം എന്നുള്ളൊരു നിലയിലായിരുന്നു ഒരു റിപ്പോർട്ട് ഉണ്ടായത്. അതായത് ഹാർട്ട് അറ്റാക്ക് വന്നാണ് ആ ഒരു സ്ത്രീ മരിച്ചത് എന്നുള്ളൊരു നിലയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്നാൽ ജസ്റ്റ് 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ മരിച്ച ആ ഒരു വിവരം വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയാണ്. ഹാർട്ട് അറ്റാക്ക് മൂലം ഈ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് സ്വാഭാവികമായിട്ടും അടുത്തുള്ള നാടുകളിലെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ചർച്ചയായി. അതിൻ്റെ ഇടയിൽ ഒരുപാടധികം ഇവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞിരുന്ന വേറൊരു കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികളാവാത്തതിൻ്റെ വിഷമത്തിൽ ഇവർ ആത്മഹത്യ ചെയ്തതാണെന്ന്. ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ പല കഥകൾ ഇതിൻ്റെ പേരിൽ അങ്ങനെ പരക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് സൈദിനെ ഒരു സ്ത്രീ വിളിക്കുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു സമയയുടെ കസിനായിരുന്നു. അവരാണ് വിളിച്ചിട്ട് നിങ്ങളുടെ വൈഫ് മരിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നത്. വിവരമറിഞ്ഞ ആൾ നേരെ തന്നെ പാകിസ്ഥാനിലോട്ട് എത്തുകയായിരുന്നു. ആൾ കരുതിയത് സമയെ അവരുടെ പാരൻസ് തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഈ ഒരു മരിച്ചു എന്നുള്ളൊരു ഡ്രാമ കളിക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ആൾ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വന്നത്. അവിടെ എത്തി നോക്കിയപ്പോഴാണ് തൻ്റെ ഭാര്യ യഥാർത്ഥത്തിൽ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം ആൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. തൻ്റെ ഭാര്യയുടെ മരണത്തിൽ സംശയം തോന്നിയ സയ്യിദ് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ഒരു സമയ ഷാഹിദ് ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്നും ഈ ഒരു കേസ് മര്യാദയ്ക്ക് അന്വേഷിക്കണമെന്നും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതുപോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് അദ്ദേഹം ഒപ്പിച്ചുങ്ങേറ്റ് വായിച്ചു നോക്കിയപ്പോൾ ആൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു തരത്തിലായിരുന്നു. അതായത് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ശരീരത്തിൽ വേറൊരു പുരുഷൻ്റെ ബീജവും ഉണ്ടായിരുന്നു. സോ ഇത് റേപ്പ് ആൻഡ് മർഡർ ആണ് എന്നുള്ളത് ആൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് മുക്കിയിട്ടാണ് പോലീസുകാർ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളൊരു രീതിയിൽ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഈ ഒരു വിവരം സയ്യിദ് അലി മീഡിയയുടെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം ഈ ഒരു ന്യൂസ് കത്താനായിട്ട് തുടങ്ങി. സയ്യിദ് അലിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം വധഭീഷണിയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. ഇതിനിടയിൽ ഈ സമയയുടെ UK യിലുള്ള ഫ്രണ്ട്സ് അവിടുത്തെ MP കോൺടാക്ട് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള ഗവൺമെൻറ് നേരെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ കോൺടാക്ട് ചെയ്യാണ്. മരിച്ചതൊരു UK സിറ്റിസൺ ആണ്. സോ ആ ഒരു കേസിൽ എത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ളൊരു അന്വേഷണം ഉണ്ടാകണമെന്നും റിപ്പോർട്ട് അങ്ങോട്ടും കൂടെ അയച്ചു കൊടുക്കണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അവിടെ നിന്നൊരു റിക്വസ്റ്റ് വരികയാണ്. ആ ഒരു പ്രഷർ വന്നപ്പോൾ ഇവർക്ക് അന്വേഷിക്കാതിരിക്കാനായിട്ടൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കേസ് അവർ രണ്ടാമത് അന്വേഷിക്കുകയാണ്. ആ ഒരു അന്വേഷണത്തിൽ ഈ ഒരു ഷക്കീലിനെ അവർ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അയാൾ നടന്നതെല്ലാം തന്നെ പറയുകയായിരുന്നു. ഈ ഒരു സമയ ഷാഹിദിനെ പറ്റിച്ചിട്ടായിരുന്നു അവർ പാകിസ്ഥാനിലോട്ട് കൊണ്ടുവന്നത്. അച്ഛന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പാകിസ്ഥാനിലോട്ട് എത്തി. അതിനുശേഷം ഇവരെ കൺവിൻസ് ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. തൻ്റെ വൈഫ് രണ്ടാമതൊരു കല്യാണം കഴിച്ചത് ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് അവർ വിവാഹമോചനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇയാൾക്കിപ്പോഴും തൻ്റെ ഭാര്യയാണെന്നുള്ള ആ ഒരു അധികാരമായിരുന്നു ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ ഇവർ തിരിച്ചെത്തിയ ടൈമിൽ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്നാൽ ഇവരിതൊന്നും തന്നെ കൊടുത്തില്ല. അതേപോലെ തന്നെ ഇവർ തിരിച്ച് ദുബായിലോട്ട് പോകരുത് എന്ന് ഇയാൾ പറഞ്ഞു, ഷക്കീൽ പറഞ്ഞു. എന്നാൽ അതും കേട്ടില്ല. അങ്ങനെ ഇവർക്കിടയിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് സയ്യിദിനെ ഒഴിവാക്കി ഷക്കീലിൻ്റെ കൂടെ ഈ ഒരു സമയ എന്തായാലും ചെല്ലില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായപ്പോഴാണ് ഇയാൾ ഈ ഒരു സമയയെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്. അതല്ലാതെ ഇതിന് വേറൊരു വഴിയും ആൾ കണ്ടില്ല എന്നാണ് ആൾ പറഞ്ഞത്. അങ്ങനെയാണ് ആൾ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സമയ തിരിച്ച് ദുബായിലോട്ട് പോകാൻ നിൽക്കുന്ന ടൈമിൽ അയാൾ ആ ഒരു വീട്ടിലോട്ട് കയറിയിട്ട് സമയയെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു. പിന്നീട് ഒരു ഷോൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സമയയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് സമയയുടെ അച്ഛനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായത്.
ഈ ഒരു ഷക്കീലിൻ്റെയും അതേപോലെ തന്നെ സമീയുടെയും ഫാമിലിയുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷക്കീൽ ചെയ്ത കാര്യം കറക്റ്റ് ആണെന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷക്കീലിനെയും അതുപോലെ തന്നെ ഈ സമീയുടെ അച്ഛനായിട്ടുള്ള ഷാഹിദിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ കൈക്കൂലി വാങ്ങി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മാറ്റി കേസൊക്കെ തേച്ച് മായ്ച്ച് കളയാൻ നോക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുകയുണ്ടായി. അങ്ങനെ കോടതിയിൽ കേസ് നടന്നു. 2018 സെപ്റ്റംബറിന് ഈ ഒരു ഷക്കീലിന് ബെയിൽ ലഭിക്കുകയാണ്. അതിനുശേഷം 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ സമീയുടെ അച്ഛനായിട്ടുള്ള ഷാഹിദിനെതിരെ വലിയ തെളിവുകൾ കാര്യങ്ങളൊന്നുമില്ല. അതായത് തെളിവുകളുടെ അഭാവത്തിൽ അയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് മരണപ്പെടുകയായിരുന്നു. ആ സമയത്ത് സമീയുടെ അച്ഛനായിട്ടുള്ള ഷാഹിദിന് 52 വയസ്സായിരുന്നു പ്രായം. പിന്നീട് ഈ ഒരു ഷക്കീലിന് UK വന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻകാരിയായിട്ടുള്ള UK സെറ്റിൽ ആയിട്ടുള്ള വേറൊരു സ്ത്രീ അയാൾ വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ UK ഗവൺമെൻറ് ഈ ഒരു സമീയുടെ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുടെ വിസ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഉണ്ടായിരുന്നൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സമീയുടെ ഫാമിലി പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു സയ്യിദ് സമയെ ഒരുപാടധികം ഉപദ്രവിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാടധികം പൈസയും കാര്യങ്ങളൊക്കെ തട്ടിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുള്ള കുറച്ച് നുണകളും കാര്യങ്ങളും അവർ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ സമയ ഷാഹിദിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സമയ ഷാഹിദിൻ്റെ വധക്കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.